ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ഡോക്യുമെന്റ് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി എന്ന മെത്തേഡിനെ കുറിച്ചാണ്. ഓക്കെ, ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി എന്ന മെത്തേഡ് ഉപയോഗിച്ച് ഒരു നമ്മൾ പ്രത്യേകിച്ചൊരു ഐ ഡി ഡിക്ലെയർ ചെയ്ത ഭാഗത്തിലെ എലമെന്റ്സിനെ നമ്മൾ റിട്ടേൺ ചെയ്തെടുക്കാൻ. അതായത് ഒരു സ്പെസിഫൈ ഐ ഡി കൊടുത്ത എലമെന്റിനെ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി എന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് അതിനുള്ളിലെ വാല്യൂവോ അല്ലെങ്കിൽ മറ്റു എന്താണോ അതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ആ കാര്യം റിട്ടേൺ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത് ഡോക്യുമെന്റ് എന്ന മെത്തേഡിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളൊരു ഫോമിൻ്റെ ഉള്ളിലത്തെ വാല്യൂസ് നമ്മൾ ആക്സസ് ചെയ്തപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തത് ഡോക്യുമെന്റ് ഡോട്ട് ഫോം 1 ഡോട്ട് നെയിം ഡോട്ട് വാല്യൂ എന്ന മെത്തേഡ് ഉപയോഗിച്ചാണ് ഒരു ഇൻപുട്ട് ബോക്സിൽ കൊടുത്ത വാല്യൂ നമ്മൾ ഉപയോഗിച്ചത്. എന്നാൽ ഇതിൽ നിന്ന് ഈ ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി എന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ രൂപത്തിലല്ല ചെയ്യുന്നത്. ഈ ഒരു ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂ നമ്മൾ ഇതിൽ ആക്സസ് ചെയ്തെടുക്കുന്നത് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി എന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്തിട്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ആദ്യം തന്നെ നമ്മളിവിടെ ഒരു ഫോമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ വാല്യൂസ് എങ്ങനെ ആക്സസ് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ ഫോം വരുന്നത് കൊണ്ട് നമ്മൾ ആദ്യം തന്നെ HTML എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഫോം നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഫോമിന് നമ്മളൊരു നെയിം കൊടുക്കുന്നുണ്ട്. നെയിം ഈക്വൽ ടു ഫോം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള പേര് കൊടുക്കാം, ഈ പേര് തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ടെക്സ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. എൻ്റർ എ നമ്പർ, ഒരു നമ്പർ നമ്മളോട് എൻ്റർ ചെയ്യാൻ പറയാണ്. ഇനി നമ്പർ ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഇൻപുട്ട് ബോക്സ് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്പർ ആയതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇൻപുട്ട് കോളൻ നമ്പർ എന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്പർ നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്ത് വരും. ഈ നമ്പറിന് നമുക്കൊരു ഐ ഡി ചേർത്ത് കൊടുക്കാം. ഐ ഡി ഇഷ്ടമുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു നെയിം ചേർത്ത് കൊടുക്കാം. നെയിം നമുക്ക് ഇഷ്ടമുള്ള നെയിം എന്താണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിന് ഞാൻ നെയിം നമ്പർ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയിം തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല, എന്ത് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഐ ഡി എന്ന ഭാഗം ഡിക്ലെയർ ചെയ്യാൻ. സാധാരണ നമ്മൾ ചില സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ഐ ഡി എന്നുള്ളത് ചേർത്ത് കൊടുക്കാറില്ല. പക്ഷേ ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി എന്ന മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഐ ഡി എന്താണോ അത് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. കാരണം ഈ ഐ ഡി അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഇൻപുട്ട് ബോക്സിൽ കൊടുക്കുന്ന വാല്യൂവിനെ അങ്ങോട്ട് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഐ ഡിയും ഞാനിവിടെ നമ്പർ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ വന്ന് ഇത്രയും ചേർത്തതിന് ശേഷം നമ്മളിവിടെ വന്നൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാണ്. ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ സാധാരണ നമ്മൾ ഒരു സബ്മിറ്റ് ബട്ടണാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബട്ടൺ എന്ന് എഴുതിയതിന് ശേഷം സബ്മിറ്റ് എന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇതിന് നമ്മൾ വാല്യൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യൂബ് വാല്യൂ വേണ്ട, നമുക്ക് നേരിട്ട് ടൈപ്പ് ചെയ്യാം. ഒരു ഓൺ ക്ലിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓൺ ക്ലിക്ക് ഞാൻ നമ്മളിവിടെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്ന പ്രോഗ്രാം എന്തെന്ന് വെച്ചാൽ ഒരു ടെക്സ്റ്റ് ബോക്സിൽ കൊടുക്കുന്ന വാല്യൂവിൻ്റെ ക്യൂബ് കാണേണ്ട പ്രോഗ്രാമാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബട്ടണിൻ്റെ ഉള്ളിലെ ടെക്സ്റ്റ് ക്യൂബ് എന്ന് ചേർത്ത് കൊടുത്തു. ഇതൊന്ന് സേവ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ജാവാസ്ക്രിപ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ആയതുകൊണ്ട് നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് ചേർത്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഫംഗ്ഷൻ ഇതിന് നമ്മൾ ഗെറ്റ് ക്യൂബ് എന്ന് ചേർത്ത് കൊടുത്തു. ഫംഗ്ഷൻ്റെ പേരാണ്, ഈ പേര് തന്നെ കൊടുക്കണമെന്നില്ല, ഇഷ്ടമുള്ള എന്ത് പേര് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇനി ഫംഗ്ഷനിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള വാല്യൂസ് നമുക്കിവിടെ അസസ് ചെയ്യേണ്ടതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. വേരിയബിളിന് VAR എന്ന് ചേർത്തു. എന്നിട്ട് ഇവിടെ വന്ന് നമ്പർ എന്ന് ചേർത്ത് കൊടുത്തു. അതായത് ഒരു വേരിയബിൾ നമ്പർ എന്ന് ഡിക്ലെയർ ചെയ്തു. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വാല്യൂ നമുക്ക് ആക്സസ് ചെയ്തെടുക്കാൻ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി എന്ന് ചേർത്ത് കൊടുത്തു. ഇനി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഇവിടെ എന്ത് ഐ ഡി ആണോ ചേർത്ത് കൊടുത്തത് ആ ഐ ഡി നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. നമ്മളവിടെ ചേർത്ത് കൊടുത്തിരുന്ന ഐ ഡി എന്ന് പറയുന്നത് നമ്പറാണ്. അതിനുശേഷം ഇവിടെ വന്ന് ഡോട്ട് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് വാല്യൂ എന്നുകൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലത്തെ വാല്യൂ ആണ് നമ്മളിവിടെ ആക്സസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് വാല്യൂ എന്നും ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ആൻസർ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ ഇവിടെ വന്ന് ആൻസർ നമ്മൾ അലേർട്ടിലാണ് പ്രിന്റ് ചെയ്യണത്. അപ്പോൾ അലേർട്ട് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ക്യൂബ് എന്ന് ചേർത്തതിന് ശേഷം നമുക്ക് ആ വാല്യൂ
പ്രിന്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ പ്രിന്റ് ചെയ്യുന്ന ക്യൂബ് കാണണമെങ്കിൽ നമുക്കറിയാം ആ നമ്പറിനെ 3 വട്ടം ഗുണിച്ചാൽ മതി. അപ്പോൾ നമ്പർ ഇൻറ്റു നമ്പർ അങ്ങനെ 3 വട്ടം നമ്മളതിനെ ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രൊഡക്റ്റാണ് കാണുന്നത്. എന്നിട്ട് ഇവിടെ വന്ന് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അതിൻ്റെ മുമ്പ് നമ്മൾ ഇവിടെ കൊടുത്ത ഈ മെത്തേഡിനെ ഈ ഓൺ ക്ലിക്കിൻ്റെ ഉള്ളിൽ ആക്സസ് ചെയ്തെടുക്കുകയും വേണം. അപ്പോൾ ഗെറ്റ് ക്യൂബ് എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. ഒന്നുകൂടി സേവ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എൻ്റർ ഒരു നമ്പർ ടൈപ്പ് ചെയ്യാൻ പറയുന്നത് നമ്മൾ 3 എന്നുള്ള നമ്പറാണ് കൊടുക്കുന്നത്. ഇനി ഇവിടെ വന്ന് ക്യൂബിൽ ക്ലിക്ക് ചെയ്താൽ 3ൻ്റെ ക്യൂബ് എത്രയാണോ അത് നമുക്ക് ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എങ്ങനെ നമുക്ക് ഗെറ്റ് എലമെന്റ് ജാവാസ്ക്രിപ്റ്റ് ഗെറ്റ് എലമെന്റ് ബൈ id എന്ന മെത്തേഡ് ഉപയോഗിക്കുക എന്നും അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ പ്രോഗ്രാം ചെയ്യാം എന്നതിൻ്റെ ഒരു എക്സാമ്പിളുമാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.